ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൗരി രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ചാരങ്ങോട്ട് തറവാട്ടിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. വേണിയും അവിടെ തന്നെ ഉണ്ട്. വേണി തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ശങ്കരനാണെന്നുണ്ടെങ്കിൽ ഗൗരിയുടെ പുറകെ തന്നെയാണ്. ഗൗരിനെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്ന സമയത്ത് ശങ്കരൻ ആ പണികളെല്ലാം ചെയ്യാണ്. ഗൗരിയുടെയും ശങ്കരൻ്റെയും ആ പ്രണയങ്ങളൊക്കെ കണ്ടിട്ട് വേണിക്കും അമ്മക്കും ആ വേലക്കാരത്തേക്ക് വരെ ദേഷ്യം വരുവാണ് കേട്ടോ. അങ്ങനെ ഗൗരി ശരിക്കും പറഞ്ഞാൽ ശങ്കരനെ അവളുടെ വാലിത് കെട്ടിത്തൂക്കി എന്നൊരു രീതിയിലാണ് അവിടെ എല്ലാവരും പറയണത്. വേണിയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, ശ്യാംപ്രസാദിനോട് പറയുന്നുണ്ട്, അച്ഛനൊന്നുകൂടി വിഷമിക്കേണ്ട, അച്ഛനെ അപമാനിച്ച അയാൾക്കെതിരെ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും, എൻ്റെ അച്ഛനെ ചെറുതാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. അങ്ങനെ ശ്യാമക്ക് കൊടുത്ത പൈസ നമ്മുടെ തിരിച്ചു കൊടുപ്പിക്കുകയാണ് ഗൗരി കേട്ടോ. അതിനുശേഷം അച്ഛൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണ് ഗൗരി. അത് ഒട്ടും തന്നെ ചാരങ്ങോട്ട് വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഗൗരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുറ്റങ്ങളും കുറവുകളും എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൗരിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം കാരണം ഗൗരി പിന്നെ അവിടെ നിന്ന് പോവാണ്. അത് കണ്ടിട്ട് നമ്മുടെ ശങ്കരനും ദേഷ്യം വരുന്നുണ്ട്. ശേഖരനാണെന്നുണ്ടെങ്കിൽ ഗൗരീനെ മുമ്പ് തൊട്ടേ ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ദേഷ്യം ശേഖരൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ എവിടെയൊക്കെയോ വേണി വീഴാൻ പോകുമ്പോഴേക്കും ഗൗരി കയറി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വീഴാൻ പോകുമ്പോൾ വീഴല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അത് വലിയൊരു സീനാക്കും. വേണി ഉന്തിയിട്ടെന്നും തല പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സീൻ തന്നെയാകും ചാരങ്ങാട്ട് തറവാട്ടിൽ. അതിനുശേഷം എൻ്റെ അനിയത്തിയുടെ തല പൊട്ടിക്കാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിച്ചിട്ട് ശേഖരനാണെന്നുണ്ടെങ്കിൽ ഗൗരീനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുവാണ്ടോ. കൈ ഓങ്ങുന്ന സമയത്ത് ശങ്കർ ആ കൈ പിടിക്കുകയാണ്. അതിനുശേഷം ശങ്കരൻ്റെ മുമ്പിൽ ശേഖരനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശേഖരൻ്റെ കൈ ശങ്കർ താഴ്ത്തുവാണ്. അത് കാണുമ്പോൾ ഗൗരി അഭിമാനത്തോടെ അല്ലെങ്കിൽ വിജയിച്ചെന്ന രീതിയിൽ ശേഖരൻ്റെ മുമ്പിൽ കൂടി പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിലെ ബാക്കി എല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രികളുടെ ഒരു പ്രൊമോ വിശേഷം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.